എളമരം കരീം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. പശ്ചിമബംഗാളിൽ നിന്നുള്ള സുദീപ് ദത്ത അഖിലേന്ത്യാ പ്രസിഡന്റ്. CITU ജനറൽ സെക്രട്ടറിയാകുന്ന ആദ്യ മലയാളിയാണ് എളമരം കരീം. CITU അഖിലേന്ത്യാ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ആദ്യ മലയാളി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എളമരം കരീം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായും പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തുകൊണ്ട് CITUവിന്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിശാഖപട്ടണം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അണിനിരക്കുന്ന മഹാറാലിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ CITU പ്രവർത്തകരാണ് ഈ മഹാറാലിയിലും പൊതുസമ്മേളനത്തിലും അണിനിരക്കുന്നത്. വിശാഖപട്ടണത്തെ തൊഴിലാളികളുടെ സംഘടന ശക്തി വിളിച്ചോതുന്ന പ്രകടനമാണ്, റാലിയാണ് ഇപ്പോൾ വിശാഖപട്ടണം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർ ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു തൊഴിലാളി മുന്നേറ്റത്തിനാണ് വിശാഖപട്ടണം സാക്ഷ്യം വഹിച്ചത്. വലിയ രീതിയിലുള്ള തൊഴിലാളികളുടെ പങ്കാളിത്തം ഈ റാലിയിലും ബഹുജന പ്രകടനത്തിലും ഉണ്ടായി. ഐക്യകണ്ഠേനയാണ് സമ്മേളനം ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നുള്ള എളമരം കരീമിനെയും അതോടൊപ്പം തന്നെ പ്രസിഡന്റായി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സുദീപ് ദത്തയെയുമാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ ജനറൽ കൗൺസിലിനെയും വർക്കിംഗ് കമ്മിറ്റിയെയും സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. വലിയ തൊഴിലാളി മുന്നേറ്റത്തിനാണ് വിശാഖപട്ടണം സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ കെട്ടിപ്പടുക്കണം, തൊഴിലാളികളെ CITUവിന്റെ കൊടിക്കീഴിൽ അണിനിരത്തി വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നുള്ള ആഹ്വാനം നൽകിയാണ് CITUവിന്റെ 18ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് വിശാഖപട്ടണത്ത് തിരശ്ശീല വീഴുന്നത്. ലേബർ കോഡുകൾക്കെതിരായിട്ടുള്ള സമരം, അതോടൊപ്പം തന്നെ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം, വിവിധ സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ, വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ള ആഹ്വാനത്തോടുകൂടിയാണ് CITUവിന്റെ 18ാം അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങൾക്ക് വലിയ ദിശാബോധം പകരുന്ന സമ്മേളനം, ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമ്മേളനമാണ് വിശാഖപട്ടണത്ത് പൂർത്തിയായത്. 5 ദിവസങ്ങളിലായി രാജ്യത്തെ പൊതുവെയുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലാളികൾ നേരിടുന്ന വലിയ പ്രതിസന്ധി, അതോടൊപ്പം തന്നെ CITU എന്ന സംഘടനയുടെ ശക്തി ദൗർബല്യങ്ങൾ, CITU എന്ന സംഘടന ഏറ്റെടുക്കേണ്ട കടമകളും ബദലുകളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ റിപ്പോർട്ടുകൾ സമ്മേളനം അംഗീകരിച്ചു. അതിന് പിന്നാലെയാണ് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തത്. ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനം അവസാനിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് വിശാഖപട്ടണം നഗരത്തെ ചെമ്പട്ടണിയിച്ചുകൊണ്ട് തൊഴിലാളികളുടെ മഹാറാലി നടന്നത്. മഹാറാലി ഈ വിശാഖപട്ടണം മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. പൊതുസമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ തൊഴിലാളികളുടെ, വിശാഖപട്ടണത്തെ തൊഴിലാളികളും പൊതുജനങ്ങളും ഒന്നടങ്കം കൈകോർത്ത് CITUവിന്റെ ഈ സമ്മേളനം വലിയ വിജയമായി മാറ്റിയിരിക്കുകയാണ്. സന്തോഷാണ് വിശാഖപട്ടണത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.